ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. നമ്മുടെ BJP-യിൽ എന്തൊക്കെയോ ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് അല്ലേ? അതിലൊന്ന് PC ജോർജിന്റെ പ്രസംഗം കേട്ടു, വിവാദമായി നമ്മൾ ഇന്നലെ പുറത്തുവിട്ടു, വലിയ വാർത്തയായി. മറ്റൊരു പ്രധാനപ്പെട്ട വിവരം തൊട്ടു പിന്നാലെ നമ്മൾ അറിഞ്ഞു, ദേവനുണ്ടല്ലോ നമ്മുടെ ചലച്ചിത്ര താരമായ ദേവൻ BJP വിട്ടത്. ഇന്നിപ്പോ BJP വിട്ടതിന് ശേഷം ദേവൻ നടത്തിയ ഒരു പ്രതികരണത്തിലേക്കാണ് പ്രേക്ഷകരുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. നേതൃത്വത്തിനെതിരെ ആഞ്ഞടിക്കുകയാണ് ദേവൻ. സീറ്റ് കിട്ടാത്തതിലല്ല, അവഗണനയിൽ മനം മടുത്താണ് BJP-യിൽ നിന്ന് രാജിവെച്ചതെന്ന് നടൻ ദേവൻ റിപ്പോർട്ടറിനോട്. നേതൃത്വം തന്നെ കേൾക്കാൻ തയ്യാറായില്ല. രാജി തീരുമാനം 6 മാസം മുൻപെടുത്തതാണ്. തന്നെ സംബന്ധിച്ച് അപ്രതീക്ഷിതമല്ല. എല്ലാം സഹിച്ച് തനിക്ക് നിൽക്കാൻ പറ്റില്ല. നേതൃത്വം തന്ന ഉറപ്പുകൾ പാലിക്കപ്പെട്ടില്ലെന്നും ദേവൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. പ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് തോന്നാം, അല്ലെങ്കിൽ ജനങ്ങൾക്ക് തോന്നാം, അല്ലെങ്കിൽ മീഡിയയ്ക്ക് തോന്നാം. ഇത് അപ്രതീക്ഷിതമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു 6 മാസമായിട്ടുള്ള ഞാൻ വളരെ കൂടുതൽ ആലോചിച്ച് ഇതൊന്ന് ചർച്ച ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പലപ്പോഴും ഈ കേരളത്തിലെ നേതൃത്വത്തിനോട് ഞാൻ ശ്രമിച്ചു. അപ്പോഴൊന്നും അവർ അവൈലബിൾ അല്ല. ഞാൻ മെസ്സേജ് അയച്ചു, അതിനും റിപ്ലൈ ഇല്ല. അപ്പോൾ അവസാനം ഞാൻ വിചാരിച്ചു, ഇങ്ങനെ നമുക്ക് എങ്ങനെ പോകാൻ പറ്റും? ഞാനൊരു നേരെ മറിച്ച് ഇവരുടെ പാർട്ടി നിന്നുകൊണ്ട് എന്തെങ്കിലും സ്ഥാനത്തിന് മോഹിച്ച് നിൽക്കുന്ന ഒരാളാണെങ്കിൽ പിന്നെയും പഠിച്ചു ഇങ്ങനെ നിൽക്കാം, എല്ലാം സഹിച്ചുകൊണ്ട്. എനിക്കങ്ങനെ സഹിക്കാൻ പറ്റില്ല. ഞാനൊരു പൊളിറ്റിക്കൽ പാർട്ടിയിലേക്ക് ചേരുമ്പോൾ ഇത് അവരത് മനസ്സിലാക്കണ്ടേ? ഇയാൾ ആരാണെന്ന് മനസ്സിലാക്കണം. അല്ലാതെ ഏതെങ്കിലും ഒരു സ്ഥാനമോഹിയായിട്ട് ചാടിക്കയറി അതായത് BJP-യിലോ ഏതെങ്കിലും പാർട്ടിയിൽ വന്നവനല്ല ഞാൻ. എനിക്ക് പ്രോമിസസ് ഒന്നും പ്രശ്നമല്ല, പക്ഷേ എനിക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണ്ടേ? എനിക്കൊരു സ്പേസ് വേണം. ഒരു സ്പേസ് അല്ലെങ്കിൽ ആർക്കും വർക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് BJP. അവിടെ നിങ്ങൾ നേരിട്ട് വന്ന് ഇവിടെ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ നിങ്ങൾ കാല് കുത്തിയാൽ നിങ്ങൾക്ക് ഇവിടെ കാല് ഉറപ്പിക്കാൻ പറ്റില്ല. കാരണം ജനങ്ങളുള്ള ഈവൻ ഹിന്ദുക്കളിൽ വരെ ഒരു ഭയം, ഒരു ഭീതിയുണ്ട്. അത് നിങ്ങൾ മാറ്റിയെടുക്കാതെ ഇവിടെ കേരളത്തിൽ BJP-ക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. അതിന് എന്നെ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് ഒരു വൈസ് പ്രസിഡന്റ് എന്ന സ്ഥാനം കിട്ടിയപ്പോൾ ഞാൻ അവരോട് ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ, എന്താണ് എൻ്റെ ഉത്തരവാദിത്വം? ഇവിടെ 1 4 5 വൈസ് പ്രസിഡന്റുമാരുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അതിന് ഉത്തരമില്ല. അപ്പോൾ തന്നെ എനിക്ക് സംശയമായി. കാരണം ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കയ്യിൽ വടി കിട്ടണ്ടേ? ആ വടി കിട്ടുന്നില്ല. ജനങ്ങൾക്ക് എന്നെ വിശ്വാസമാണ്, പക്ഷേ എൻ്റെ പൊളിറ്റിക്കൽ പാർട്ടിയിൽ വിശ്വാസമില്ല. ഞാൻ അമിത്ഷായിട്ടുള്ള മീറ്റിംഗ് 2021 അമിത്ഷായിട്ടുള്ള ഒറ്റയ്ക്ക് ഞാനും അമിത്ഷാ മാത്രമുള്ള സീറ്റ് ഡൽഹിയിൽ വെച്ചിട്ടായിരുന്നു. ആ സമയത്ത് ഞാൻ അദ്ദേഹം അതിനോട് ചോദിച്ചു, ഈ മെർജിങ് നമ്മൾ തീരുമാനിച്ചു. മെർജിങ് തീരുമാനിച്ചതിന് ശേഷം അദ്ദേഹം എന്നോട് ചോദിച്ചതെന്ന് വെച്ചാൽ, ഏത് സീറ്റ് വേണം കേരളത്തിൽ എന്നാണ് എന്നോട് ചോദിച്ചത്. അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു, അദ്ദേഹം എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഒരു സീറ്റിന് വേണ്ടിയായിരിക്കും ഞാൻ എൻ്റെ പൊളിറ്റിക്കൽ പാർട്ടി അങ്ങോട്ട് മാറ്റി എന്നുള്ളത് എനിക്ക് വല്ലാണ്ട് ഒരു ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരിക്കലും ഞാനൊരു ഇപ്പോഴത്തെ ചെയ്ത് ഞാൻ മത്സരിക്കില്ല. ഇപ്പോൾ എൻ്റെ ദൗത്യം എന്ന് പറഞ്ഞാൽ BJP തെറ്റിദ്ധരിക്കപ്പെട്ട BJP-യെ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ദൗത്യമാണ് എൻ്റേത്. അതിനുവേണ്ടി എനിക്ക് ഒരു സ്ഥാനം വേണം. ഷബാസ് അഹമ്മദാണ് ദേവനുമായി സംസാരിച്ചത്. ഷബാസ്, ഗുഡ് മോർണിംഗ്, പുതുവത്സരാശംസകൾ. ഷബാസ്, ഹാപ്പി ചിങ്ങം. അപ്പോൾ ദേവൻ പറയുന്നത് താൻ 6 മാസം മുമ്പ് ഈ തീരുമാനം എടുത്തിരുന്നുവെന്നാണ്, നേതാക്കളെയൊക്കെ അറിയിച്ചിരുന്നു എന്ന് പറയുന്നു. തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടുമെന്ന് സ്വാഭാവികമായും പ്രതീക്ഷിച്ചിട്ടുണ്ടാവാം ഇപ്പോൾ ദേവൻ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും. പക്ഷേ ദേവന് BJP-യിൽ എന്താണ് സ്ഥാനം എന്നുള്ളത്, ഒരു പദവി കൊടുത്തു എന്നതിനും അപ്പുറത്തേക്ക് കാര്യങ്ങൾ അങ്ങോട്ട് സെറ്റായില്ല എന്നാണോ നമ്മൾ മനസ്സിലാവുന്നത്? ഷബാസ്. ഗുഡ് മോർണിംഗ് അരുൺകുമാർ, ഹാപ്പി ചിങ്ങം. ദേവനോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഏകദേശം അത് തന്നെയാണ്. ദേവനൊരു വാക്ക് പറയുന്നുണ്ട്, ഒരു സ്ഥാനം തന്നതുകൊണ്ട് കാര്യമില്ല, വടി കിട്ടണ്ടേ, എന്നാലേ എറിയാൻ കഴിയൂ എന്നാണ് പറയുന്നത്. സംസ്ഥാന ഉപാധ്യക്ഷനായിക്കൊണ്ട് തന്നെ നിയോഗിച്ചു, പക്ഷേ തൻ്റെ ഉത്തരവാദിത്തം എന്താണ്, താൻ എന്താണ് ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ നേതൃത്വം ഒരു വ്യക്തതയും നൽകിയില്ല എന്നാണ് ദേവൻ പറയുന്നത്. അതായത് നേതൃത്വത്തോടുള്ള കടുത്ത വിയോജിപ്പ്, ഒപ്പം തന്നെ BJP-യിൽ താൻ നേരിടുന്ന അവഗണനയിൽ മനം മടുത്തുകൊണ്ട് ഗതികെട്ടുകൊണ്ടൊരു രാജിയിലേക്ക് പോയതാണ് എന്ന് തന്നെയാണ് ദേവന്റെ ആ വർത്തമാനങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. അതായത് 6 മാസം മുമ്പാണ് ഇത്തരത്തിൽ രാജിയിലേക്ക് പോകുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചത്. പക്ഷേ ഇതുവരെയും നേതാക്കളുമായി സംസാരിക്കാനോ അല്ലെങ്കിൽ അക്കാര്യത്തിൽ ഒരു ഒത്തുതീർപ്പുണ്ടാക്കാനോ ഒന്നും ദേവൻ തയ്യാറായിട്ടില്ല. ഇപ്പോഴും ദേവനും നേതാക്കളും തമ്മിൽ വലിയൊരു അകലമുണ്ട്. BJP സംസ്ഥാന ഉപാധ്യക്ഷനായെങ്കിൽ തന്നെ പക്ഷേ എന്താണ് ചെയ്യേണ്ട ഉത്തരവാദിത്തമെങ്കിലും എന്നും ഒപ്പം തന്നെ തനിക്ക് നൽകിയ ഉറപ്പുകൾ പാലിക്കപ്പെട്ടില്ല എന്നുമാണ് ദേവൻ പറയുന്നത്. അതായത് താൻ ഈ പാർട്ടിയിലേക്ക് വരുമ്പോൾ തൻ്റെ പാർട്ടി BJP-യോട് ചേരുമ്പോൾ തനിക്ക് നൽകിയ പല ഉറപ്പുകളും ഉണ്ടായിരുന്നു. അത് കേവലം ഒരു സീറ്റല്ല, അല്ലെങ്കിൽ നിയമസഭയിലോ മറ്റെവിടെയെങ്കിലും മത്സരിക്കാനുള്ള ഉറപ്പുകളല്ല, മറിച്ച് തന്നിൽ ചില ഉത്തരവാദിത്തങ്ങൾ താൻ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചതടക്കം
പല ഉറപ്പുകൾ നൽകിയിരുന്നു. പക്ഷെ അതൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് ദേവൻ പറയുന്നത്. അതായത് നേതൃത്വത്തോടുള്ള കടുത്ത വിയോജിപ്പ് ദേവൻ തുറന്ന് പറയുകയാണ്, നേതൃത്വത്തിനെതിരെ ആഞ്ഞടിക്കുകയാണ്. അതായത് ഒരു കാര്യത്തിലും തന്നെ കേൾക്കാൻ തയ്യാറാകുന്നില്ല. തനിക്ക് പല പദ്ധതികളുമുണ്ട്. BJP എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കാമെന്നതിൽ തനിക്ക് ചില കാഴ്ചപ്പാടുകളുണ്ട്. BJP ഇപ്പോഴും പലരും ഒരു ഭയപ്പാടോടുകൂടിയാണ് കാണുന്നത്. അത് മാറ്റിയെടുക്കാൻ തന്നെ കൊണ്ട് കഴിയും. പക്ഷെ അതിനുള്ളൊരു അവസരം സംസ്ഥാന നേതൃത്വം നൽകുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഇപ്പോഴുള്ള സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനെതിരെയുള്ള വിയോജിപ്പുകളും അദ്ദേഹം തുറന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞ ഒരു തവണയും അദ്ദേഹം കേൾക്കാൻ തയ്യാറായിട്ടില്ല. തനിക്കെന്താണ് പറയാനുള്ളത്? താൻ BJPയുടെ ഒരു സംസ്ഥാന ഉപാധ്യക്ഷനാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ തന്റെ പദ്ധതികൾ, തന്റെ കാഴ്ചപ്പാടുകൾ അതുകൂടി കേൾക്കേണ്ടതും അത് പ്രാവർത്തികമാക്കേണ്ടതും BJPയുടെ ഉത്തരവാദിത്തമാണ്. പക്ഷേ ഒരു ഘട്ടത്തിലും നേതൃത്വം അതിന് തയ്യാറാകുന്നില്ല. നേതൃത്വത്തിൽ നിന്ന് കടുത്ത അവഗണനയാണ് തനിക്ക് നേരിടേണ്ടി വന്നത് എന്ന് തന്നെയാണ് ദേവൻ വ്യക്തമാക്കുന്നത്. അരുൺകുമാർ, താങ്ക് യു. ഷബാസ് അഹമ്മദാണ് വിവരം നൽകിയത്. അപ്പോൾ തങ്കൻ ചേട്ടൻ പറയുന്നു, സ്ഥാനമല്ല ആദ്യം വേണ്ടത്, പ്രവർത്തിക്ക്, എന്നിട്ട് സ്ഥാനം പാർട്ടി തരും. താങ്കളുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിയിട്ടാണ് സ്ഥാനമാനങ്ങൾ തരിക എന്ന് തങ്കൻ ചേട്ടൻ പറയുന്നുണ്ട്. എന്താ ചെയ്യുക അല്ലേ? ദേവൻ അപ്പകഷണം കിട്ടാത്തതിൻ്റെ പ്രശ്നമാണോ എന്ന് പറയുന്നു. ദേവന് തെറ്റുപറ്റി, ദേവന് ബോധോദയം വന്നോ എന്നൊക്കെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് കമൻറ്റ് വരുന്നുണ്ട്. ദേവനെക്കുറിച്ച് പറയുമ്പോഴേ നമ്മളെപ്പോഴും ഈ നായകന്മാരെക്കാൾ കൂടുതൽ സൗന്ദര്യമുള്ള ഒരു വില്ലനെ മലയാളി കാണുന്നത് ദേവനിലൂടെയാണ് അല്ലേ? അതുവരെ ഉണ്ടായിരുന്ന മലയാളത്തിൻ്റെ സിനിമയിലെ വില്ലൻ സങ്കല്പങ്ങളെ മാറ്റിമറിച്ച നടനാണ് ദേവൻ. അപ്പോൾ മമ്മൂട്ടിയും ദേവനും ഒരേ സ്ക്രീനിൽ നിൽക്കുന്ന സമയത്ത് അല്ലേ, ദ കിങ് എന്ന സിനിമയൊക്കെ പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും. എത്ര ഗംഭീരമായ സിനിമയാണ്. അതിൽ മമ്മൂട്ടിക്ക് കരുത്തു പകരുന്നത് ദേവൻ എന്ന പ്രതിനായകൻ്റെ ഒരു സാന്നിധ്യമാണ്. അപ്പോൾ ചില സിനിമകളിലൊക്കെ ഇപ്പോൾ പാർവതിയുമായിട്ടൊക്കെ അഭിനയിച്ച ചില സിനിമകളുണ്ട്, ചില നല്ല മനോഹരമായ പാട്ടുകളുണ്ട് ദേവൻ്റെ. അപ്പോൾ അക്കാലത്തൊക്കെ ദേവനെ ആളുകൾ കരുതിയിരുന്നത് നായകനോളം ആകാൻ പോകുന്ന സൗന്ദര്യമുള്ള വില്ലൻ എന്നാണ് ദേവനെ കരുതിയിരുന്നത്. പക്ഷേ രാഷ്ട്രീയത്തിൽ വന്നപ്പം ശരിയായില്ല. അതങ്ങനെയാണല്ലോ, ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല. പ്രിയപ്പെട്ടവരെ, സമയം 8:30 നമുക്കൊരു കുഞ്ഞിടവേള വേണം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചൂട് കാപ്പിയും ചൂട് വാർത്തയും വാർത്താവിശേഷങ്ങളുമായി കോഫി വിത്ത് അരുൺ. ഇടവേളയ്ക്ക് ശേഷം തുടരാം പ്രിയപ്പെട്ട പ്രേക്ഷകർ.